മണ്ഡല പുനർനിർണയത്തിനെതിരെ യോജിച്ച പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്ത് ചെന്നൈയിലെ യോഗം 2056 വരെ മണ്ഡല പുനർനിർണയം നിർത്തിവെക്കണമെന്നും ചെന്നൈയിൽ ചേർന്ന മന്ത്രിമാരുടെ യോഗം ആവശ്യപ്പെട്ടിരിക്കുന്നതിൻ്റെ വിവരങ്ങളുമായി ഇപ്പോൾ സി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സിബി, വലിയ തരത്തിലുള്ള പ്രക്ഷോഭം, യോജിച്ചുള്ള പ്രക്ഷോഭം, പാർലമെന്റിലടക്കം പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ ചെന്നൈയിൽ ചേർന്ന യോഗം തീരുമാനിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്, ആരാണ് തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചത്? യോഗം ഇപ്പോഴും അവിടെ നടക്കുകയാണ്. എന്തൊക്കെയാണ് തീരുമാനങ്ങളായി പറഞ്ഞിരിക്കുന്നത്? മണ്ഡലങ്ങളുടെ പുനർനിർണയവുമായി ബന്ധപ്പെട്ട് യോജിച്ച ആ മണ്ഡല പുനർനിർണയത്തിനെതിരെ യോജിച്ച പ്രക്ഷോഭത്തിന് രൂപം കൊടുക്കാൻ ചെന്നൈയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. പാർലമെന്റിലും യോജിച്ച സമരം നടത്തും. ഇതിനായി എംപിമാർ അടങ്ങുന്ന കോർ കമ്മിറ്റി രൂപീകരിക്കാനും മണ്ഡല പുനർനിർണയം 2056 വരെ മരവിപ്പിക്കണമെന്നുമാണ് ഇപ്പോൾ ചെന്നൈയിൽ ചേർന്ന യോഗം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങളുമായി സി ജോസഫ് ചേരുകയാണ്. സിബി, എന്തൊക്കെയാണ് ഇന്ന് ചേർന്ന യോഗത്തിൻ്റെ തീരുമാനം? യോഗം എപ്പോഴാണ് സമാപിക്കുക? കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പങ്കെടുക്കുന്നുണ്ട്, 6 മുഖ്യമന്ത്രിമാർ. എന്തൊക്കെയാണ് യോഗത്തിൻ്റെ തീരുമാനങ്ങൾ? സിജു, എന്തായാലും നിർണായകമായ തീരുമാനമാണ് ഇപ്പോൾ യോഗത്തിൽ വന്നിരിക്കുന്നത്. അതായത് ഈ മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരെ യോജിച്ച പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്യുകയാണ് ചെന്നൈയിലെ യോഗം. ഇതിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഈ പാർലമെന്റിലടക്കം യോജിച്ചുള്ള സമരങ്ങൾക്ക് വേണ്ടി ഒരു ആഹ്വാനമാണ് ഇപ്പോൾ ഈ യോഗം നടത്തിയിരിക്കുന്നത്. ഇതിനായി എംപിമാർ അടങ്ങുന്ന ഒരു കോർ കമ്മിറ്റി രൂപീകരിക്കും. 2056 വരെ ഈ ഒരു മണ്ഡല പുനർനിർണയം എന്ന നീക്കം ഇത് മരവിപ്പിക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഇപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു യോഗത്തിൽ മുഖ്യ പാർട്ടികൾ അടങ്ങുന്ന ഈ യോഗത്തിലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നത് മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള മണ്ഡല പുനർനിർണയം വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ച് ഈ രാജ്യത്തെ നിയമനിർമ്മാണങ്ങളിൽ പോലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു പ്രാതിനിധ്യം കുറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. രാഷ്ട്രീയമായ പ്രാതിനിധ്യം കുറയും, പാർലമെന്റിൽ പ്രാതിനിധ്യം കുറയുന്നു. ഇത് ജനങ്ങളുടെ, ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ കാരണമാകും. കർഷകരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ്. സാംസ്കാരികമായും രാഷ്ട്രീയമായും എല്ലാ മേഖലയും ബാധിക്കുന്ന പ്രശ്നമാണെന്നും MK സ്റ്റാലിൻ അടക്കമുള്ള ആളുകളെല്ലാം നിലയും ഈ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. എന്തായാലും യോഗം ഇപ്പോഴും തുടരുകയാണ്. ഇതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടമായി MK സ്റ്റാലിൻ അടക്കം തന്നെ സംസാരിക്കുകയും ചെയ്തിരുന്നു. അതുകൂടാതെ ഉദയനിധി സ്റ്റാലിൻ, തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായ ഉദയനിധി സ്റ്റാലിനും സംസാരിച്ചു. ഒരു വലിയ രീതിയിൽ ജനസംഖ്യ നിയന്ത്രണത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വലിയ രീതിയിൽ ഉത്തരവാദിത്വം കാണിച്ചു, കൃത്യമായ ജനസംഖ്യാ നിയന്ത്രണം ഏർപ്പെടുത്തി. പക്ഷേ മറ്റ് പല സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ പോലുള്ള സംസ്ഥാനങ്ങൾ ജനസംഖ്യയിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ ദ്രുതഗതിയിലുള്ള വളർച്ചയാണ് ഉണ്ടായത്. പക്ഷേ ഈ ജനസംഖ്യാ നിയന്ത്രണം ഏർപ്പെടുത്തിയ സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്ന രീതിയിൽ അവർക്ക് ലഭിക്കുന്ന നേട്ടം ലഭിക്കാതെ അവിടെ രാഷ്ട്രീയമായ പ്രാതിനിധ്യം പോലും ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുവെന്ന് ഉദയനിധി സ്റ്റാലിൻ അടക്കം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എന്നാലും ഇപ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എന്ന് പറയുന്നത് പാർലമെന്റിലും കൃത്യമായി യോജിച്ചുള്ള ഒരു പ്രക്ഷോഭത്തിന് തന്നെയാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമെല്ലാം തന്നെയും പാർലമെന്റിൽ DMK എംപിമാർ പാർലമെന്റിന് പുറത്തും അകത്തും പ്രതിഷേധിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം DMK എംപിമാർക്കൊപ്പം ഇടതുപക്ഷ എംപിമാരും പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചിരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ്, 2 ദിവസം മുമ്പാണ് പാർലമെന്റിൽ DMK എംപിമാർ ഈ ഒരു തമിഴ്നാട് പോരാടുമെന്ന മുദ്രാവാക്യം എഴുതിയ, ഡീലിമിറ്റേഷനെതിരെ മുദ്രാവാക്യം എഴുതിയ ടീഷർട്ട് ധരിച്ചുകൊണ്ട് പാർലമെന്റിന് ഉള്ളിൽ പ്രവേശിക്കുകയും ലോക്സഭയും രാജ്യസഭയും നിർത്തിവെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അങ്ങനെ വലിയ പ്രക്ഷോഭം DMKയുടെ നേതൃത്വത്തിൽ പാർലമെന്റിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഇനിയും ഉണ്ടാകുന്ന വരും ദിവസങ്ങളിൽ പാർലമെന്റിൽ ഒരുമിച്ചുള്ള ഒരു പ്രക്ഷോഭത്തിനുള്ള ആഹ്വാനമാണ് ഇപ്പോൾ ഈ ഒരു യോഗം എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി എംപിമാരുടെ ഒരു കോർ കമ്മിറ്റി തന്നെ രൂപീകരിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ് സിജു. എന്തായാലും ഈ ഒരു ഡീലിമിറ്റേഷനെതിരായ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ശ്രമങ്ങൾ അവസാനിപ്പിക്കണം, ഇത് മരവിപ്പിക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഈ ഒരു കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്നത്. അതുവരെ ഈ ഒരു യോജിച്ച പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനം. സിജു, സിബി, ഈ ഒരുപക്ഷെ എന്തുകൊണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഈ യോജിച്ച പ്രക്ഷോഭത്തിന് മുന്നോട്ട് വരുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. നേരത്തെ സിബി സൂചിപ്പിച്ചതുപോലെ ജനസംഖ്യാ നിയന്ത്രണം കാര്യക്ഷമമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങൾ. അവിടങ്ങളിൽ കൃത്യമായി നടപ്പിലാക്കുകയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കാതിരിക്കുകയും ജനസംഖ്യ കൂടുകയും ചെയ്തു. ജനസംഖ്യയുടെ എണ്ണത്തിനെ അടിസ്ഥാനപ്പെടുത്തി ലോക്സഭാ മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ലോക്സഭാ സീറ്റുകൾ കിട്ടുന്നു. BJPയെ സംബന്ധിച്ച് വളരെ കാര്യങ്ങൾ വ്യക്തമാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൂടുതൽ ലോക്സഭാ സീറ്റുകൾ വരുന്നതുകൂടെ ലോക്സഭയിലും പാർലമെൻറ്റിൽ BJPയുടെ അതോടൊപ്പം തന്നെ സംഘപരിവാർ സംഘടനകളുടെ BJP അടക്കമുള്ള സംഘടനകളുടെ ശക്തി കൂട്ടാനും കഴിയും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പാടെ അവഗണിക്കാനും കഴിയുകയും ചെയ്യും. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ഐക്യനിരയാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് 2056 വരെ
മണ്ഡല പുനർനിർണ്ണയം നിർത്തിവെക്കണം. അതിലും കൃത്യമായി പറയുന്നുണ്ട് 2001 മാത്രമാണ് സംസ്ഥാനത്ത് ജനസംഖ്യാ കണക്കെടുപ്പ് നടന്നത്. 2021 നടക്കേണ്ടതുപോലെ നീട്ടിവെച്ച സാഹചര്യം. ഇതൊന്നും കൃത്യമായി കണക്കിലെടുക്കാതെ കൃത്യമായ BJPയുടെ രാഷ്ട്രീയം നടപ്പിലാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഈ നീക്കത്തെ ഏത് വിധേനയും എതിർക്കും. അതിന് വേണ്ടുന്ന ഒരു ഐക്യനിരയാണ് ഇപ്പോൾ അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്, അല്ലേ? സിജു, ഇതിലെ രാഷ്ട്രീയം വ്യക്തമാണ്. കാരണം കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ചൂണ്ടിക്കാട്ടിയതും ഇതാണ്. കാരണം നിലവിൽ പോലും പാർലമെന്റിൽ 24% ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഈ ഒരു ലോക്സഭാ MP-മാരുടെ എല്ലാ നിലയും ഒരു പ്രാതിനിധ്യമുള്ളത്. ഈ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം ഈ ഒരു 24% നിലനിർത്തുമോ കുറയുമോ കൂടുമോ എന്ന കാര്യത്തിൽ വ്യക്തമായൊരു നിലപാട് വ്യക്തമാക്കാൻ അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ അവരുടെ സാന്നിധ്യത്തിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. കാരണം ഈ 24% എന്നുള്ളത് ഇനിയും കുറയുമോ അതോ നിലനിർത്തുമോ എന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായും ബ്രിട്ടാസ് MP അടക്കമല്ല ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ തന്നെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ കുറവുണ്ടാകുന്നു, തമിഴ്നാട്ടിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ കുറവുണ്ടാകുന്നു. എന്നാൽ അതേസമയം തന്നെ ഇനി കുറവുണ്ടായില്ലെങ്കിൽ പോലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ UP, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ അടക്കം BJPക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങൾ. ഇപ്പോൾ UPയിലാണെങ്കിൽ 80 ലോക്സഭാ മണ്ഡലങ്ങൾ ഏകദേശം 140-ലധികം മുകളിലേക്ക് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായും BJP ഭരിക്കുന്ന 1-2 സംസ്ഥാനങ്ങൾ മാത്രം നോക്കിയാൽ രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഉണ്ടാകുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം തീരെ ഗണ്യമായി കുറയുകയും ഈ പാർലമെന്റിലടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അംഗങ്ങൾക്ക് യാതൊരുവിധ അവകാശവുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ജനങ്ങളുടെ അവകാശങ്ങൾ പോലും ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കടന്നു കയറാൻ ഇപ്പോഴും രാഷ്ട്രീയമായി ഒരു കടന്നുകയറ്റം സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഒരു ഡീലിമിറ്റേഷൻ കൊണ്ടുവന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഭരണത്തിൽ തുടർച്ചയായ ഒരു ഭരണത്തിലേക്ക് മുന്നോട്ട് പോകുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് BJP മുന്നോട്ട് വയ്ക്കുന്നതും. അത് കൃത്യമായ RSS അജണ്ട തന്നെയാണ്. ഇത് തന്നെയാണ് ഇതിലെ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയത്തിനെതിരെയാണ് ഇപ്പോൾ ഒരു വലിയ തികഞ്ഞ പോരാട്ടം തന്നെ ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ഈ കൂട്ടായ്മ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും BJPയുടെയും RSSന്റെയും കൃത്യമായ അജണ്ടയാണ് ഈ UP അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ലോക്സഭ അത് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഭരണത്തിലേക്ക് അധികാരത്തിൽ വരിക, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിൽ പോലും പ്രാതിനിധ്യം കുറയ്ക്കുക എന്നുള്ളത് 800-ലധികം സീറ്റിലേക്ക് ഉയർന്നാൽ പോലും അതാണ് സിബി. അതായത് ഇതിനകത്ത് ഉയർന്ന പ്രശ്നം നമുക്കറിയാം. പുതിയ പാർലമെന്റ് മന്ദിരം കെട്ടിയപ്പോൾ അതിൽ 800 അംഗങ്ങളെ വരെ ഉൾക്കൊള്ളുന്ന തരത്തിലാണ് പ്ലാൻ ചെയ്തിരുന്നത്. വളരെ കൃത്യമായ ആസൂത്രണം BJPക്ക് മോദി സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. 800 സീറ്റുകളിലേക്ക് എന്ന് പറയുമ്പോൾ 743 അവർ പുതിയ കാലഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ നേരത്തെ പറഞ്ഞ 24%, അതിനും അപ്പുറത്തേക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ജനസംഖ്യ ആനുപാതികമായി സീറ്റുകളുടെ എണ്ണം കൂട്ടുകയാണെങ്കിൽ 743 എന്ന് പറയുന്ന കണക്കിലേക്ക് എത്തിച്ചേരും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ തിരിച്ചടി BJPക്ക് വരും കാലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയാൽ പോലും, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റുകൾ വെച്ച് അവർക്ക് ഇതിനെ പരിഹരിക്കാൻ കഴിയും. ആ കണക്കുകൂട്ടൽ തന്നെയാണ് അവർ നടത്തിയത്. പാർലമെൻറ്റിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ആ അംഗങ്ങളുടെ എണ്ണം അതിനനുസരിച്ച് ഡിസൈൻ ചെയ്തതെല്ലാം വളരെ കൃത്യമായ ആസൂത്രണം ഇതിൻ്റെ പിന്നിലുണ്ട്. അത് തിരിച്ചറിഞ്ഞത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. അവിടെയാണ് ഈ കൂട്ടായ്മയുടെ പ്രസക്തിയും. തീർച്ചയായും സിജു, ഈ പുതിയ മണ്ഡല പുനർനിർണ്ണയം വെച്ച് നോക്കുമ്പോൾ 24% പ്രാതിനിധ്യം എന്നുള്ളത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വെറും 14% കുറയുമെന്നുള്ളതാണ് ഇപ്പോൾ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇത് തന്നെയാണ് ഒരു വലിയ ആശങ്ക കേരളവും തമിഴ്നാടും ആന്ധ്രയും അതോടൊപ്പം തന്നെ തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതും. എന്തായാലും ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവാണ് ഈ ഒരു സമരത്തിനും പ്രക്ഷോഭത്തിനും ആദ്യം മുന്നിട്ട് നിന്നെങ്കിലും ഇപ്പോൾ NDAയുടെ ഭാഗമായപ്പോൾ ആന്ധ്ര ഈ ഒരു സമരത്തിൽ നിന്നും വേറിട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്കിൽ പോലും മറ്റുള്ള തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെല്ലാം ഇതിന്റെ ഭാഗമാകുന്നു. കിഴക്കൻ സംസ്ഥാനങ്ങളായ ബംഗാളും അതോടൊപ്പം തന്നെ ഒഡീഷയും പഞ്ചാബും എല്ലാം തന്നെയും ഈ സമരത്തിന്റെ ഭാഗമാകുന്നു. പ്രതിപക്ഷ സംസ്ഥാനങ്ങളെല്ലാം തന്നെയും ഈ ഒരു യോജിച്ച പ്രക്ഷോഭത്തിന് ഇപ്പോൾ ഭാഗമാകുകയാണ്. അത് തന്നെയാണ് ഒരു ചരിത്ര ദിനമായി MK സ്റ്റാലിൻ ഈ ഒരു ദിവസത്തെ ചൂണ്ടിക്കാട്ടുന്നതും. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ സംഭാവനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പുരോഗതിക്ക് വേണ്ടി സംഭാവന ചെയ്ത ഈ സംസ്ഥാനങ്ങൾ വീണ്ടും ഫെഡറൽ അവകാശത്തിന് വേണ്ടി പോരാടേണ്ട ഒരു ദിവസമായി മാറിയെന്ന് MK സ്റ്റാലിൻ പറയാനുള്ള കാരണവും അത് തന്നെയാണ്. എന്തായാലും ഇന്നിപ്പോൾ 1 മണിയോടെ വാർത്താ സമ്മേളനം
യോഗം ചെന്നൈയിൽ വിളിച്ചു ചേർക്കും. അതിനുശേഷം കൃത്യമായി സമരത്തിന്റെ രൂപത്തെ സംബന്ധിച്ച് നേതാക്കൾ പറയും. മുഖ്യമന്ത്രി പിണറായി വിജയനും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അടക്കമല്ലാതിനെയും ഈ യോഗത്തിൽ സംസാരിക്കുന്നുണ്ട്. ഓരോ രാഷ്ട്രീയ നേതാക്കളും ഈ യോഗത്തിൽ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഈ പ്രമേയം ഇപ്പോൾ എം കെ സ്റ്റാലിൻ അവതരിപ്പിച്ച ഈ ഒരു പ്രമേയം ഇതൊരു പ്രമേയം മാത്രമാണ്. ഈ പ്രമേയം പിന്നീട് അംഗീകരിച്ചുകൊണ്ട് തീരുമാനമായി ഉച്ചയ്ക്ക് ശേഷം വാർത്താ സമ്മേളനം ഉണ്ടാകും. എന്തായാലും യോജിച്ച ഒരു സമരം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഒരു ഐക്യം അവിടെ രൂപപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും കൃത്യമായ അജണ്ട ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അധികാരങ്ങൾ കവരുന്ന, ഇപ്പോൾ തന്നെ നമുക്കറിയാം എല്ലാ മേഖലയിലും സാമ്പത്തികമായും സാമൂഹികമെല്ലാം ആയും ഞെരുക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഇപ്പോൾ തന്നെ ഉള്ളത്. അത് തന്നെയാണ് എം കെ സ്റ്റാലിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതും. ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ചെന്നൈയിൽ ചേർന്ന യോഗം 2056 വരെ മണ്ഡല പുനർനിർണ്ണയം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ യോജിച്ച പ്രക്ഷോഭത്തിന് പാർലമെന്റിലടക്കം പ്രക്ഷോഭം സംഘടിപ്പിക്കും. ഇതിനായി എംപിമാരുടെ കോർ കമ്മിറ്റി രൂപീകരിക്കാനും ചെന്നൈയിൽ ചേർന്ന മുഖ്യമന്ത്രിമാരുടെ യോഗം തീരുമാനമെടുത്ത വിവരങ്ങളാണ് CBC ജോസഫ് നൽകിയത്.